ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡിങ്ങിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകുന്നതാണ്, ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണോ എന്ന്. സത്യം പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. രണ്ടും ആബ്സല്യൂട്ട്ലി സെയിം കൺസെപ്റ്റാണ്. ഒരു ചാർട്ടിൽ സപ്ലൈ സോൺ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടും ഡിമാൻഡ് സോൺ നമ്മുടെ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നതാണ്. ഈ സിമ്പിൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ മാർക്കറ്റിൽ നല്ല എക്സാക്റ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും നമുക്ക് എടുക്കാൻ സാധിക്കും. സോ മൈ നെയിം ഇസ് ആസിഫ് ആൻഡ് വെൽക്കം ടു ദ 5th എപ്പിസോഡ് ഓഫ് ഫോറക്സ് ഫ്രം സീറോ. ഇപ്പോൾ നിങ്ങൾ ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സോണിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു സോൺ ഇതാണ്, അതേ കൂട്ട് തന്നെ രണ്ടാമത്തെ സോൺ ഇതാണ്. ഇനി ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു സോണാണ് ഈ ഒരു സോൺ. ഓക്കെ, അപ്പോൾ ആ ഒരു സോണ് എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാമെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ സോൺസ് ഉണ്ടല്ലോ, ആ സോൺസ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ വശം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് സപ്പോർട്ട്. അപ്പോൾ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു സോൺ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു റീജിയനിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ആ മുകളിലോട്ട് പോകുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു സോണിനെ നമുക്ക് സപ്പോർട്ട് സോൺ എന്ന് വിളിക്കാം. മാർക്കറ്റ് എപ്പോൾ സപ്പോർട്ട് എടുക്കുന്നോ എന്ന് വെച്ചാൽ താഴോട്ട് വരുന്ന മാർക്കറ്റിനെ മുകളിലോട്ട് പിടിച്ച് ഉയർത്തുന്ന ഒരു ഏരിയ ഉണ്ടാകും. ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സപ്പോർട്ട്. ഇനി രണ്ടാമത്തെ ഒരു കൺസെപ്റ്റാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, മാർക്കറ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മുകളിലോട്ട് പോകാൻ നേരത്ത് അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഡൗൺ ട്രെൻഡിലോട്ട് ആക്കുക. ഓക്കെ, ഡൗൺ ട്രെൻഡ് എപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നോ ആ ഒരു സോണിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആയിട്ട്. പൊതുവേ റെസിസ്റ്റൻസ് എല്ലാം റെഡ് കളറിലായിട്ടാണ് നമ്മൾ സോൺ മാർക്ക് ചെയ്യാറ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു, ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ സപ്പോർട്ടിൽ മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, ഡൗൺ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് അപ് ട്രെൻഡിലോട്ടാകും. ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ. അതിനർത്ഥം എന്ന് വെച്ചാൽ സപ്പോർട്ട് സോണിലായിരിക്കും ബയേഴ്സ് കൂടുതൽ ഉണ്ടാവുക. ബയേഴ്സ് കൂടുതൽ ഉണ്ടാകുന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടും. അപ്പോൾ ആ ഏരിയയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേ കൂട്ടുള്ളതാണ് റെസിസ്റ്റൻസ് സോൺ. ഇപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റ് താഴോട്ട് വീഴും. താഴോട്ട് വീഴാനുള്ള കാരണം എന്താ, അവിടെ സെല്ലേഴ്സ് കൂടുതലാണ്. ബയേഴ്സിനെക്കാട്ടി കൂടുതലും സെല്ലേഴ്സാണുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയ്ക്കാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോൺ എന്ന് പറയും. സെല്ലേഴ്സ് കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും, ബയേഴ്സ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കൂടും. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട വേറൊരു കൺസെപ്റ്റാണ്, മുമ്പ് ആ സോണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ മുമ്പ് ഒരു റെസിസ്റ്റൻസ് സോണ്, ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് സോണാണെന്ന് വെച്ചോ, ഈ ഒരു സോണ് റെസിസ്റ്റൻസ് സോണാണെന്ന് വെച്ചോ, മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അത് പിന്നെ ഒരു സപ്പോർട്ട് സോണായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതായത് മുമ്പ് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നെങ്കിൽ, മുമ്പ് ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നെങ്കിൽ ഇത് പിന്നെ ഒരു ഭാവിയിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, ഈ റെസിസ്റ്റൻസ് സോൺ. മനസ്സിലായോ? അതേ കൂട്ട് തന്നെ വൈസ് വേഴ്സ. ഇതിപ്പോൾ ആണെങ്കിൽ മുമ്പ് ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ മാർക്കറ്റ് ഈ ഒരു റീജിയൻ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ അത് പിന്നെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അത് പിന്നെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സപ്പോർട്ട് ഈക്വൽ ടു റെസിസ്റ്റൻസ്. സപ്പോർട്ട് തന്നെ ആയിരിക്കും എന്ത്, റെസിസ്റ്റൻസ് സോണും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്ന് വെച്ചോ, മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഒരു ലോവർ ഹൈ ഏതാണെന്ന് നോക്കാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സോൺ അല്ലെങ്കിൽ ഈ സോൺ എങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ അപ് ട്രെൻഡ് ആണെന്ന് കൺഫർമേഷൻ കിട്ടി, ഒരു ഹയർ ലോ ഉണ്ടാക്കി, അതിനുശേഷം വീണ്ടും ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കി. മാർക്കറ്റ് അങ്ങനെ ഒരു സോണിൽ നിന്ന് നമുക്കാണെങ്കിൽ ഇവിടെ ഇതേ കൂട്ട് ഒരു കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് സോൺ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിലൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും, ഒരു റെഡ് ക്യാൻഡിലിന് ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പുഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഡിമാൻഡ് ഏരിയ എന്ന് വെച്ചാൽ ഈ റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, നമ്മുടെ ഈ ഡിമാൻഡ് ഏരിയ എന്ന് വെച്ചാൽ ഈ റെഡ് ക്യാൻഡിലായിരിക്കും നമ്മുടെ ഡിമാൻഡ് ഏരിയ. മനസ്സിലായില്ലേ? ഇതിൻ്റെ വിക്ക് ഉണ്ടാകും. ഇപ്പോൾ വിക്ക് ഉണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഹൈയും ലോയും ഇപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ ഡിമാൻഡ് ഏരിയ വരയ്ക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയി, പക്ഷേ എപ്പോഴും മുകളിലോട്ട് പൊക്കോണ്ടിരിക്കത്തില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും താഴോട്ട് വരണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും ട്രേഡ് ചെയ്യുക? നമ്മൾ ഈ ഒരു സോൺ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലോ എന്തെങ്കിലും ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കും, ഇവിടെ ടാർഗറ്റ് വെക്കും. ഓക്കെ, അടുത്ത ഹൈ, മുമ്പത്തെ ഹൈയിൽ, പ്രീവിയസ് ഹൈയിൽ നമ്മൾ ടാർഗറ്റ് വെക്കും. അപ്പോൾ ഈ ഡിമാൻഡ് ഏരിയയിൽ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യുമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ സപ്ലൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഡിമാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു ഏരിയ ആണ് മാഗ്നിഫൈ ചെയ്ത് വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിലിന് ശേഷമാണ് റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു സോൺ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സപ്ലൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് വെച്ചാൽ. നമ്മൾ എവിടെ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കും? നമ്മൾ ഈ സോൺ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു സോണിൽ വരുവാണെങ്കിൽ, നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സപ്ലൈ സോൺ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഇനി എൻട്രി എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു റിയാക്ഷൻ, ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എൻട്രി ചെയ്യുന്നു. ഓക്കെ, ട്രേഡ് എൻട്രി ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് നമ്മളാണെങ്കിൽ നേരെ മുകളിലോട്ട് വെക്കുന്നു, ഈ സോണിൻ്റെ മുകളിലോട്ട് വെക്കുന്നു. ടാർഗറ്റ് നമ്മൾ ഈ സോണിൻ്റെ താഴെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുക. ഇപ്പോൾ ട്രേഡ് എടുക്കേണ്ട കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡിമാൻഡ് സോണും സപ്ലൈ സോണും എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പ്രാക്ടിക്കലി ആ സോണുകൾ എങ്ങനെ ചാർട്ടിൽ ലൈവായിട്ട് വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ചാർട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡാണ്. അതായത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെ? ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലായി. ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ താഴോട്ട് പുഷ് ചെയ്യുന്നതിന് മുമ്പത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഹൈയും ലോയും, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ സോണായിട്ട് മാർക്ക് ചെയ്തു. ആ സോണിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് പോയേക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എവിടെ വെച്ച് ട്രേഡ് എടുക്കും? ട്രേഡ് എൻട്രി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്നത് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ സോണിൻ്റെ മുകളിൽ വെക്കണം, ടാർഗറ്റ് അടുത്ത ഒരു ഹൈയിൻ്റെ രീതിയിൽ വെക്കണം. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇതേ കൂട്ട് നമുക്ക് വീണ്ടും ഒരു സപ്ലൈ സോൺ നോക്കുകയാണെങ്കിൽ, ഇതായിരിക്കും ഒരു സപ്ലൈ സോൺ. ഇത് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വീണു, അടുത്തൊരു ലോ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, വീണ്ടും ആ ലോ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കുക? നമ്മൾ ഇവിടെ നിന്ന് എൻട്രി ചെയ്യുന്നു, സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരെ ഈ ഒരു സോണിൻ്റെ മുകളിൽ വെക്കുന്നു, ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലോയിൽ വെക്കുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ സപ്ലൈ സോൺ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിമാൻഡ് ഏരിയ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഒരു ഡിമാൻഡ് ഏരിയ, ഈ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷമാണല്ലോ മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ആ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിമാൻഡ് സോണായിട്ട് നമ്മൾ വരച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് സോണിൻ്റെ താഴെ വെക്കുന്നു, ടാർഗറ്റ് നമ്മൾ അടുത്ത ഹൈ വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡിമാൻഡ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. അതേ കൂട്ട് തന്നെ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോൺസ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്നും പഠിച്ചു. നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സപ്ലൈ സോൺസ്, ഡിമാൻഡ് സോൺസ് ഉണ്ടല്ലോ, ആ സോൺസ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചു വെച്ച ആ ഒരു റീജിയനിൽ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നുണ്ടോ എന്ന് നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത്. ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.